നിരന്തരമായ ശ്രദ്ധക്കുറവ്, ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് വെക്കാമെന്ന് തോന്നുക, അടിക്കടി അനുഭവപ്പെടുന്ന മാനസിക സമ്മർദ്ദം, സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നതും സ്വന്തം ജീവിതവുമായുള്ള നിരന്തര താരതമ്യം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും നമ്മെ അലട്ടുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ വിദഗ്ധർ പറയുന്നതനുസരിച്ച് സമൂഹ മാധ്യമങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും ഉപയോഗം വർദ്ധിക്കുന്നതനുസരിച്ച് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് എന്നാണ്. സമൂഹ മാധ്യമം എന്നത് ഇപ്പോൾ പലർക്കും നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് നേരം പോകാൻ ഉപയോഗിക്കേണ്ടതിന് പകരം ഇവയ്ക്ക് അടിമകളാവുകയാണ് പലരും ഇപ്പോൾ. ഇത് പലർക്കും ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത്തരമൊരു പ്രശ്നമാണ് പോപ്കോൺ ബ്രെയിൻ. സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം ശ്രദ്ധ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗത്തിൽ മാറുന്ന പ്രവണതയെയാണ് പോപ്കോൺ ബ്രെയിൻ എന്ന് സൂചിപ്പിക്കുന്നത്. ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാനസികാരോഗ്യത്തെയും തലച്ചോറിനെയും ഇത് സാരമായി ബാധിക്കും. അമിതമായുള്ള സ്ക്രീൻ ഉപയോഗം ഉറക്കക്കുറവിനും വിഷാദരോഗത്തിനും കാരണമാകുമെന്ന് നിരവധി പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയ്ക്കും കാരണം സമൂഹ മാധ്യമങ്ങളുടെ അമിത ഉപയോഗമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2011 അമേരിക്കൻ ഗവേഷകനായ ഡേവിഡ് ലെവിയാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. അമിതമായി ഫോൺ, കമ്പ്യൂട്ടർ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ആശങ്ക, ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു. അത്യാവശ്യ ജോലികൾ ചെയ്യുന്ന സമയത്ത് പോലും ഫോണിലേക്ക് ഒരു സന്ദേശം വന്നാൽ അവ തുറന്നു നോക്കാനുള്ള പ്രവണത കൂടുതലാണ്. സൈബർ ബുള്ളിംഗ്, മറ്റുള്ളവരുമായി തങ്ങളെ താരതമ്യം ചെയ്യുക തുടങ്ങിയ പ്രവൃത്തികളും ഇതുമൂലം വർദ്ധിക്കുന്നുണ്ട്. സ്ക്രീൻ ഉപയോഗം കുറച്ച് മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നതാണ് ഈ അവസ്ഥകളെ അതിജീവിക്കാൻ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടി. പോപ്കോൺ ബ്രെയിൻ ഒരു മനുഷ്യനെ സാരമായി ബാധിക്കുകയും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തിന്റെ 3/4 ഭാഗവും സമൂഹ മാധ്യമങ്ങൾക്ക് നൽകാതെ സ്ക്രീൻ ടൈം നമ്മൾ തന്നെ സ്വയം നിശ്ചയിക്കുക. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും മാറ്റിവെച്ച് 1 മണിക്കൂറെങ്കിലും പുറത്തിറങ്ങി മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. പിന്നെ മൾട്ടി ടാസ്കിംഗ് നമ്മുടെ ശ്രദ്ധ മാറ്റും. അതിനാൽ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ഇത് ലക്ഷ്യങ്ങളിൽ വേഗത്തിൽ എത്തിച്ചേരുന്നതിനും നമ്മളെ സഹായിക്കും. ധ്യാനം വലിയൊരു കാര്യമാണ്. നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നുവെന്ന് തോന്നുമ്പോൾ ശ്രദ്ധ തിരികെ കൊണ്ടുവരാൻ ധ്യാനം ഉപകരിക്കും. ഇതിലൂടെ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. ദിനചര്യ ചിട്ടപ്പെടുത്തേണ്ടത് പ്രധാനപ്പെട്ട ഘടകമാണ്. വിവിധ പ്രവർത്തനങ്ങൾക്കായി ഒരു ദൈനംദിന ഷെഡ്യൂൾ സ്ഥാപിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. പിന്നെ കൃത്യമായ ഉറക്കത്തിലൂടെ മസ്തിഷ്കവും കോശങ്ങൾ തമ്മിലുള്ള ബന്ധവും ശക്തിപ്പെടുകയും പഴയ ഓർമ്മകൾ വീണ്ടും സജീവമാക്കുകയും ചെയ്യും. ദിവസവും 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കണം. മനസ്സിന് ഉന്മേഷം നൽകുന്നതിനും ക്ഷീണം തടയുന്നതിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ദിനചര്യയിൽ ആവശ്യമായ ഇടവേളകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പോപ്കോൺ ബ്രെയിനെയും മറ്റും നമുക്ക് ഒറ്റയടിക്ക് മറികടക്കാൻ സാധിക്കും.